ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ബാപ്പച്ചിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ബാപ്പച്ചി ഇനി ഉടനെ എഴുന്നേറ്റ് നടക്കില്ലെന്നാ ഡോക്ടർ പറയുന്നത്. എനിക്ക് ബാപ്പച്ചി അല്ലാതെ വേറെ ആരാ ഉള്ളത്? നൂറേ കരയില്ല. ഞാൻ ഇങ്ങനെ ഒന്നും നൂറിനെ മനസ്സിലാക്കിയിരുന്നേ. എന്തിനും നേരിടാൻ കഴിയുന്ന തന്റെ ഇടമുള്ള കുട്ടിയായിട്ടാ ഞാൻ നൂറിനെ കണ്ടിരുന്നേ. അങ്ങനെ തന്നെയാ വിഷ്ണുട്ടാ, ഞാൻ അങ്ങനെ തന്നെയാ. പക്ഷെ എന്റെ ഏക ആശ്രയം എന്റെ ബാപ്പച്ചിയായിരുന്നില്ലേ? എന്റെ ബാപ്പച്ചിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാ എനിക്ക് പിന്നെ ആരാ ഉള്ളത്? അങ്ങനെയൊക്കെ ചിന്തിച്ച പിന്നെ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? സുബേർക്കൊന്നും സംഭവിക്കില്ല. അങ്ങനെ ഒരു ചതി നിന്നെ പോലെ ഒരു പെൺകുട്ടിയോട് കാണിക്കാൻ ഒരു ദൈവത്തിനും പറ്റില്ല. വിഷമിക്കാതിരിക്കേ. വിഷ്ണുട്ടൻ പറഞ്ഞായിരുന്നു കുളിമുറിയിൽ കാല് തന്നെ വീണതാ അല്ലേ? അതെ ചേച്ചി, കാല് തന്നെ വീണതാ കുളിക്കാൻ പോയപ്പോ. അപ്പോ ഭിത്തിയില് തലയിടിച്ചു. ഭിത്തിയിലോ? തറയിലല്ലേ? അതെ, തറയില ഇടിച്ചത്. അപ്പോ ഇതിനു മുമ്പ് സുബൈറിക്കാക്കിയ തലചുറ്റലോ തലകറക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ല, അങ്ങനെയാണെങ്കിൽ അത് ഡോക്ടറെ അടുത്ത് പറയണം. അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നോട് സത്യം പറ. ഇന്നലെ ഞാൻ അവിടെ വന്നത് മുതൽ എന്റെ മനസ്സിൽ തോന്നിയ കുറെ സംശയങ്ങളുണ്ട്. സുബൈർക്ക് കുളിമുറിയിലൊന്നും വീണതല്ല, ശക്തമായിട്ട് ആരോ തള്ളിയിട്ടതാണെന്ന് എനിക്ക് തോന്നുന്നത്. മുറിവ് നല്ല ആഴത്തിൽ തന്നെ ഉള്ളത്. പറ നൂറ, എന്തോ ഉണ്ടായത്? അത് പിന്നെ വിഷ്ണുട്ടാ. നൂറേ, നീ ഞങ്ങൾക്ക് അഞ്ചത്തി തന്നെയാ മോളെ. അതുകൊണ്ട് എന്തുണ്ടെങ്കിലും നിനക്ക് ധൈര്യമായിട്ട് ഞങ്ങളോട് പറയാം. സുബാരിക്കാനെ ആരെങ്കിലും ഉപദ്രവിച്ചതാണോ? അത് പിന്നെ എന്തോ ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ ബാപ്പച്ചിയെ ആരാണെന്നറിയില്ല തള്ളി താഴെയിട്ടതാ. പോലീസിലെ അറിയിക്കണ്ടെന്ന് ബാപ്പച്ചി തന്നെയാ പറഞ്ഞത്. വിഷ്ണുട്ടാ, എന്തൊക്കെയാ നൂറ് പറയുന്നത്? പറയുന്നതിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. സുബൈറിക്കാനെ പോലത്തെ നല്ലൊരു മനുഷ്യന് പുറത്തു നിന്ന് ആര് വന്ന് ഇങ്ങനെ ഉപദ്രവിക്കാനാ? വന്നവൻ മോഷ്ടാവാണെങ്കിൽ വെറുതെ അങ്ങ് ഉപദ്രവിച്ചിട്ട് പോവോ? ആ വീട്ടിൽ കയറി എന്തെങ്കിലും ഒന്ന് എടുക്കില്ലേ? വിഷ്ണുട്ടാ, ഇതൊക്കെ കേട്ടിട്ട് എന്താ തോന്നുന്നേ? പറയുന്നത് മുഴുവൻ നുണയാണെന്ന് ഞാൻ പറയൂ.